ഇന്നൊരു മാരേജ് ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതിന് നമുക്ക് റെഡിയാവാം. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോണത്. ലാക്മിയുടെ ഫൗണ്ടേഷനാണ്. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇന്നിപ്പോൾ ഞാൻ ട്രൈപോഡൊന്നും യൂസ് ചെയ്യാതെ കേട്ടോ ഷൂട്ട് ചെയ്യണത്. അതിൻ്റെ കുറവുണ്ടാവും. അപ്പം ഞാൻ ലാക്മിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഹൈലൈറ്ററോ അങ്ങനത്തെ സാധനമൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. ആകെ ഈ ഫൗണ്ടേഷൻ ഇടും, ഐലൈനർ ഇടും, ലിപ്സ്റ്റിക് ഇടും, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിന് മാച്ചായിട്ടുള്ള കമ്മലില്ല. പോണ വഴിക്ക് മേടിച്ചിടും. അങ്ങനെയാണ് തീരുമാനിച്ചേക്കണത്. ഫൗണ്ടേഷൻ ഫുൾ മുഖത്തും കഴുത്തിലൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ്റെ അവിടെ സൺസ്ക്രീനൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് എന്താ പറയുക, ഐഷാഡ് ഇല്ലാതെ തന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് കണ്ണിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞായ്മാർക്കല്ലേ കൈയൊക്കെ ചീത്തു കളിയാക്കുന്ന ആൾക്കാര് വന്നേ എനിക്ക് കൊടുക്കാട്ടോ. കണ്ണ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കൺമഷി ഇട്ട് കൊടുക്കാം. നെറ്റിയിൽ സിന്ദൂരം ഇടുന്നുണ്ട്. കുറേ നാളായിട്ട് എനിക്ക് അലർജി ആയിട്ട് ഇടുന്നുണ്ടായില്ല. ഇപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് നോക്കാം. ഇനി നമുക്ക് മുടി കെട്ടി കൊടുക്കാം. ഞാൻ റെഡി ആയി കഴിഞ്ഞു. ഈ കമ്മലല്ല കേട്ടോ, ഞാൻ വേറെ കമ്മൽ കടയിൽ നിന്ന് വാങ്ങിക്കും. പിന്നെ പൂവും വാങ്ങിക്കും. അപ്പോൾ അതൊക്കെ ചൂടിയിട്ട് ആയിരിക്കും ഇനി വീഡിയോയിൽ ഉണ്ടാവുക. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഡബിൾ ഷെയ്ഡാട്ടോ. വയലറ്റും പിന്നെ ഒരു ഗ്രീനോ ബ്ലൂനോ പോലത്തെ കളറാണ് കാണുന്നത്. കുഞ്ഞാറ്റയുടെ ഡ്രസ്സ് ഇത് രണ്ട് കേട്ടോ. ഇനി അവരെ ഒരുക്കണം. കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു, മുടിയൊക്കെ കെട്ടണം. ഇതാണ് ചേട്ടൻ്റെ ഔട്ട്ഫിറ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഒരുങ്ങി കഴിഞ്ഞു. പൂ വാങ്ങിച്ചിട്ടില്ല. പൂ പോണ വഴിക്ക് വാങ്ങിക്കണം. ഈ ഒരു മാല ഇട്ടിട്ടുണ്ട്. കമ്മൽ ഞാൻ വേറെ മാറ്റും. ഇതാണ് എൻ്റെ ചെരുപ്പ്. കെട്ട് പള്ളുരുത്തി ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചാണ് ഊണൊക്കെ ഉള്ളത്. വെള്ളി ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടക്കലെത്തിയപ്പോഴേക്കും അവിടെ നിന്ന് പൂ മേടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇതേ ഈ ചെത്തിയും തുളസിയുമുള്ള പൂവും കുഞ്ഞാറ്റയ്ക്കും പീലുമോക്കും മുല്ലപ്പൂവാട്ടോ എടുത്തത്. അപ്പോൾ തന്നെ ഞങ്ങളിവിടെ കല്യാണത്തിൻ്റെ അവിടെ എത്തി. കല്യാണത്തിൻ്റെ എല്ലാം ഫുഡ് കൊടുക്കണ ആ ഒരു ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. 8-9 മണിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ലേറ്റായിപ്പോയി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരെയും കണ്ടു, സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കുഞ്ഞാറ്റ വന്ന് കയറിയപ്പോൾ തന്നെ അമ്മമ്മയുടെ അടുത്തേക്ക് തന്നെ കയറി. പീലുമോള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. കാരണം രാവിലെ ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായില്ല. 9 മണിക്ക് ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു 11:30-12 മണിയായിട്ടോ. അപ്പോൾ ഫുഡിൻ്റെ ഒരു ടൈമായി. കുറച്ച് നേരം അവിടെ സംസാരിച്ച് ഞങ്ങൾ നേരെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ആളൊഴിയണനുസരിച്ച് നോക്കി ഞങ്ങൾ അങ്ങനെ കയറിയിരുന്നു. ഇവിടെ എൻ്റെ ബ്രദറും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരിക്കുന്നത്. പീലുമോൾ ആദ്യമായിട്ട് കല്യാണം പോകുന്നത്. പീലുമോളുടെ കുഞ്ഞാറ്റയുടെ ആദ്യത്തെ കല്യാണമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാട്ടോ. അവൾ ഇതൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ഇലയിൽ വിഷുവിന് ഞങ്ങൾ ഇലയിലൊക്കെ കഴിച്ചു. പക്ഷേ അല്ലാതെ അവൾ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ശർക്കര വട്ടി, ചിപ്സ് തൊട്ട് അവിയൽ, അച്ചാർ, അവിയൽ, ഇഞ്ചിക്കറി,
പിന്നെന്താ അങ്ങനെ ഓരോരോ വിഭവങ്ങളായിട്ട് അവിടെ വിളമ്പിക്കൊണ്ടുവന്ന് പച്ചടി, വെള്ളക്കറി, പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ കറി, കാളൻ, അങ്ങനെ ഇഷ്ടംമാതിരി എല്ലാ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ബേസൻ ലഡു ഉണ്ടായിരുന്നു, അതാദ്യമേ കഴിച്ചു. അപ്പോൾ അതാ നമ്മുടെ കറികളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കണം. ലാസ്റ്റ് വെള്ളം വന്നു. ഭയങ്കര വെയിലത്തുനിന്ന് വന്നുകൊണ്ടാണെന്ന് ഭയങ്കര പരവേശം. അങ്ങനെ ഞാൻ വെള്ളം കുടിച്ചു. അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞാറ്റ ചേട്ടൻ്റെ മടിയിലിരുന്ന് ബേസൻ ലഡു തിന്നണന്. പീരുമോൾ എൻ്റെ തൊട്ടിപ്പുറത്തുണ്ട്, അച്ചാറും അതൊക്കെ നക്കി നോക്കുന്നുണ്ട്. പിന്നെ ചിപ്സൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ എൻ്റെ ഇലയിൽ നിന്ന് ചിപ്സൊക്കെ പെറുക്കി തിന്നു. അവസാനം നമ്മുടെ ചോറ് വന്നു, പിന്നെ പരിപ്പ് കറി വന്നു. ലാസ്റ്റ് നമ്മുടെ മോര് കറിയും കൂടി കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ സാമ്പാർ എത്തിയിട്ടോ. അപ്പോൾ അത് നല്ല വിശപ്പായിരുന്നു. കാരണം ആ പൊരി വെയിലത്ത് വണ്ടി ഓടിച്ച് വന്നിട്ട് ഭയങ്കര വിശപ്പായിരുന്നു. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഇതുണ്ട്. പിന്നെ ഉറക്കക്ഷീണം, രാവിലെ എണീറ്റതിൻ്റെ ഉറക്കക്ഷീണമുണ്ട്, എല്ലാം ഉണ്ട്. എന്തുകൊണ്ടും ഭയങ്കര ക്ഷീണമായി പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പരിപാടി നടക്കണ മറ്റേ ഹാളിലൊന്നും കൂടി വന്നു. അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. നമ്മളോട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞു. എങ്കിലും ഞങ്ങൾ കയറിയപ്പോൾ പീരുമോളും കുഞ്ഞാറ്റയും സമ്മതിക്കുന്നുണ്ടായില്ല ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി. അപ്പോൾ പായസമൊക്കെ കുടിച്ചതിൻ്റെ ഹാങ് ഓവറാണ് ഉണ്ടായി. ഈ ഒരു കമ്മൽ ഇങ്ങനത്തെ 2-3 ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ ഇടാനായിട്ട് നല്ലതല്ലേ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കമ്മലിന്. ഇങ്ങനത്തെ ഇതുണ്ട്, പിന്നെ ഇത് ബട്ടർഫ്ലൈ, പിന്നെ സ്ക്വയറിൻ്റെ ഉണ്ട്, പിന്നെ ഒരു റെയിൻ ഡ്രോപ്സ്, അങ്ങനത്തെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ അത് 3 വാങ്ങിച്ച ആകെ 10 രൂപ ഉള്ളൂ ഒരു കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കഴുത്തിലൊക്കെ ആണെങ്കിൽ PCODയുടെ കാര്യം എന്താ ബ്ലാക്ക് കളർ കൂടിയിട്ടുണ്ട്. ഇനി വല്ല മരുന്നും മേടിച്ച് കഴിക്കണം. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഞാൻ ഔട്ട്ഡോർ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.